കേണൽ ടിനി, ഇന്ത്യയുടെ റോൾ എന്താണ് ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ? ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണെന്നുള്ള ആക്ഷേപമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. നോക്കൂ, ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പോലും ഈ വിഷയത്തിൽ എന്താണ് ബ്രിട്ടൻ്റെ നിലപാട്, ഭരണകൂടത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് അറിയാൻ 2 MP ഇന്നലെ അവർ ആ വിഷയം ഉന്നയിച്ചു. കൃത്യമായിട്ട് അവിടെ പോലും ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം അറിയാലോ, ഈ വിഷയം പരാമർശിച്ചിട്ടേ ഇല്ല. അതേസമയം അവർ അദാനിയുടെ പുറകെ പോയി, അതുപോലെ സമ്പലിൻ്റെ പുറകെ പോയി. അത് നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇനി രീതിയിൽ ആയിരിക്കും വിഷയത്തിൽ എന്താണ് താങ്കളുടെ പ്രതീക്ഷ? ശ്രീ അനിൽ, അങ്ങ് ബ്രിട്ടന്റെ കാര്യം പറഞ്ഞത് നന്നായി. കാരണം ഒക്ടോബർ 2022 അവിടുത്തെ പ്രൈം മിനിസ്റ്ററായിട്ട്, അന്നത്തെ പ്രൈം മിനിസ്റ്ററായിട്ട് ശ്രീ ഋഷി സുനാക്കും ഭാര്യയും അവിടുത്തെ ഇസ്കോണിൽ പോയി പ്രാർത്ഥിക്കുകയും വലിയ രീതിയിലുള്ള അവിടെ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെ അവരിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ട്, അല്ലെങ്കിൽ അവരൊരു മറ്റു രീതിയിലുള്ള സംഘടന ആണെങ്കിൽ ഐ എം ഷുവർ ഒരു സിറ്റിംഗ് പ്രൈം മിനിസ്റ്റർ, അതും UK പോലത്തുള്ള രാജ്യത്തിൽ ഒരിക്കലും അവിടെ പോവില്ല. അതുകൊണ്ട് ആ ഒരു പോയിന്റ് ഞാൻ അവിടെ വിടുകയാണ്. ഇനി ഭാരതം എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഭാരതം എന്തൊക്കെയാണ് ചെയ്യേണ്ടതുള്ളത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഡെഫിനറ്റ്ലി അത് ഒരു ഫ്ലക്സിലാണ്. അതായത് സിറ്റുവേഷൻ കുറച്ചുകൂടെ ക്ലാരിറ്റി വരേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം ഇപ്പം അവിടുത്തെ മുഹമ്മദ് യൂനിസ് ആണെങ്കിൽ ഒരു കെയർ ടേക്കർ പ്രൈം മിനിസ്റ്റർ ആണ്, അല്ലെങ്കിൽ കെയർ ടേക്കർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അദ്ദേഹം എത്ര നാൾ അങ്ങനെ കാണും എന്നുള്ളത് ഒരു ആർക്കും അറിയത്തില്ല. കാരണം അദ്ദേഹം ഓൾറെഡി ഒരു 85 വയസ്സാണ്. അടുത്ത ഇലക്ഷൻ വരെയാണ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചതായിട്ട് ചില റിപ്പോർട്ട്സ് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 89 വയസ്സ് വരെയൊക്കെ അദ്ദേഹം പോകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം അവിടുത്തെ BNP, അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടി ആയിട്ടിരിക്കുന്ന, അവർക്ക് ഇലക്ഷൻസ് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചോളം അവരുടെ ഒരു ഒപ്പീനിയൻ അവരിപ്പം ഒരു ഇലക്ഷന് തയ്യാറല്ല, കുറച്ചും കൂടെ സമയം വേണം എന്നുള്ളതാണ്. ഷെയ്ഖ് ഹസീന ഇപ്പോഴും പ്രൈം മിനിസ്റ്റർ ആണ് എന്നുള്ള രീതിയിലാണ് അവർ പ്രസ്താവനകളും സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ തരുന്നത്. അവിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരുന്നതും. ജനുവരി 20 അദ്ദേഹം പ്രസിഡന്റ് ആവുമ്പം എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതും നമ്മൾ കാണേണ്ടിയിരിക്കും. കാരണം ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായിട്ട് അവിടെ നടക്കുന്ന ഈ മൈനോറിറ്റീസിന്റെ അഗേൻസ്റ്റ്, പ്രത്യേകിച്ച് ഹിന്ദുസും ക്രിസ്ത്യൻസിന്റെ അഗേൻസ്റ്റ് ആയി നടക്കുന്ന ആ ഒരു പ്രത്യേകിച്ച് ഹിന്ദുസ് എന്നുള്ള പേരെടുത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു അത് തെറ്റാണ്, അത് ശരിയല്ല എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം വന്നു. ഇപ്പൊ തന്നെ ഈ ഒരു ചേഞ്ച്, ഷെയ്ഖ് ഹസീനെ അവിടുന്ന് മാറാനുള്ള ഒരു കാരണം നേരത്തെ ശ്രീ ശങ്കുറ്റി ദാസ് പറഞ്ഞ പോലെ US ഒരു ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു. കാരണം എന്തായാലും ശരി, ചൈനയുമായിട്ടുള്ള അടുപ്പമാണോ അതോ ഭാരതത്തിന് ഒരു ഡീസ്റ്റബിലൈസേഷനുള്ള കാരണം എന്തും ആയിക്കോട്ടെ, പക്ഷെ US ഒരു വ്യക്തമായിട്ടുള്ള ഒരു റോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭം പോലെ, ഒരു സ്റ്റുഡന്റ് പ്രക്ഷോഭം വരെ അതിനൊരു കാരണം കിട്ടുകയും അതൊരു റെവല്യൂഷൻ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള അവർക്ക് സക്സസ്ഫുൾ ആയത്. പക്ഷെ ഇനി ഡൊണാൾഡ് ട്രംപ് വരുമ്പം ആ രീതിയിലുള്ള സപ്പോർട്ട്, കാരണം ഇന്നും മാക്സിമം FDI, അതായത് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ബംഗ്ലാദേശിക്ക് വരുന്നത് US നിന്നാണ്. ട്രേഡ് ചൈനയിൽ നിന്നാണെങ്കിലും മിലിറ്ററി ഹാർഡ്വെയർ ചൈനയിൽ നിന്നാണെങ്കിലും US വലിയൊരു റോൾ ഉണ്ട് അവിടുത്തെ എക്കോണമിയെ നിലനിർത്താൻ. അതുകൊണ്ട് ഭാരതത്തിന് ഒരു റോൾ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം. ബംഗ്ലാദേശിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ഫേസ് അനുസരിച്ച്, അതായത് ഒരു പ്രോ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ആന്റി ഇന്ത്യ വരും, ആന്റി ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഒരു പ്രോ ഇന്ത്യ വരും. ഈ വരുന്നവരെല്ലാവരും മറ്റുള്ളവരെ തീർത്തും എത്രമാത്രം ഉപദ്രവിക്കാൻ പറ്റുമോ, എത്രമാത്രം ദ്രോഹം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇപ്പം അവാമി ലീഗിന്റെ ആളുകൾക്കും ഈ ഒരു രീതിയിലുള്ള ഒരു തിരിച്ചടി കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഓവറോൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അവിടുത്തെ മൈനോറിറ്റീസ് ആണ്. ആ മൈനോറിറ്റീസിനെ കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ജമാഅത്താണ്. ആ മൈനോറിറ്റീസിൽ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷം എന്നുള്ള നിലയിൽ ഹിന്ദുസ് ഉണ്ട്. പക്ഷെ ക്രിസ്ത്യൻസും മറ്റ് വിഭാഗം ഒരു 50ഓളം ഒരു നോൺ എൻറ്റിറ്റീസ് എന്നുള്ള ഒരു ട്രൈബ്സ് പോലത്തെ കാര്യങ്ങളുണ്ട്. നേരത്തെ ശ്രീ ആരിഫ് ഹുസൈൻ പാകിസ്ഥാനിന്റെ കാര്യം പറഞ്ഞ പോലെ അവിടുത്തെ അഹമ്മദിയാസിനെ പോലെ ഇവിടെയും കുറെ ആളുകളുണ്ട്, ഇൻക്ലൂഡിങ് ചക്മാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടെയൊക്കെ വരുന്ന റെഫ്യൂജീസ്. അവരെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പം ഇനി ഭാരതത്തെ സംബന്ധിച്ചോളം എനിക്കൊന്നൊരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി ആയിരിക്കും ആദ്യം ചെയ്യുക. രണ്ടാമതായിട്ട് ഓൾറെഡി നമ്മളെ രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ലൈറ്റ്സ് ഒക്കെ കുറെ അവിടുന്ന് വരുന്ന ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് 50% ഫ്ലൈറ്റ്സ് നമ്മൾ നേരത്തെ എത്രമാത്രം പോകുന്നു അത്രയും കുറഞ്ഞിട്ടുണ്ട്.
ബംഗ്ലാദേശിൽ നിന്ന് ധാരാളം ആളുകൾ ചികിത്സയ്ക്കായിട്ട് കൽക്കട്ടയും മറ്റു സ്ഥലത്തുമൊക്കെ വരുമായിരുന്നു. കൽക്കട്ടയിലൊക്കെ ഹോസ്പിറ്റൽസ് വളരെ ഓൾദോ അതിനകത്ത് എത്രമാത്രം മൊറാലിറ്റി ഉണ്ട് എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അവിടുത്തെ ഹോസ്പിറ്റൽസ് ഒക്കെ അങ്ങനത്തെ ഉള്ള ട്രീറ്റ്മെന്റ് ഞങ്ങൾ താല്പര്യമില്ല എന്നുള്ള രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് വന്നു. പബ്ലിക് ഒപ്പീനിയൻ വലിയ രീതിയിലേക്ക് ഇപ്പൊ ബംഗ്ലാദേശിന്റെ അഗേൻസ്റ്റ് ആയിട്ടുണ്ട്. അതിന്റെ ഒരു ഒരു മാനിഫെസ്റ്റേഷൻ ആണ് നമ്മൾ ത്രിപുരയിൽ കണ്ടത്. അവിടുത്തെ എംബസിക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസുലേറ്റിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടന്നു. ഇനി ട്രേഡിനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു ബോർഡർ സ്റ്റേറ്റ്സിൽ കുറെ സ്റ്റേറ്റ്സ് ഓൾറെഡി പറഞ്ഞു ബംഗ്ലാദേശുമായിട്ടുള്ള ട്രേഡ് കുറയ്ക്കുമെന്നൊക്കെ ഉള്ള. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതായിരിക്കും ഒരു പ്രവർത്തനമായിരിക്കും. അതിനകത്ത് കൂടുതലും ഇന്റലിജൻസ് ഏജൻസീസ് വെച്ച് ഭാരതത്തിന്റെ അവിടുത്തെ സ്വാധീനം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അത് ചെയ്തിരിക്കും. കാരണം ഈ കളി ചൈനയ്ക്ക് മാത്രമല്ല, പാകിസ്ഥാനിന് മാത്രമല്ല, ഭാരതത്തിനും കളിക്കാൻ അറിയാം. അത് മുമ്പ് കളിച്ചിട്ടുമുണ്ട്, 71 കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇനിയും നമുക്ക് അങ്ങനത്തെ ഐ എം വെരി ഷുവർ ഭാരതത്തിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ആളുകൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ആളുകൾ എന്നാണ്. അവർക്കും ഈ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു സമയം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി ഒരു മാറ്റം അവിടെയും കാണും. നമ്മൾ ഇതേപോലത്തെ മാറ്റം മാൽദീവ്സിലൊക്കെ കണ്ടതാണ്. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും ഞാനൊരു ഓപ്റ്റിമിസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിലും വരും ദിവസങ്ങളിൽ ഒരു മാറ്റം വരും. അതിന് ഏത് രീതിയിലായിരിക്കും, സാമദാന ദണ്ഡ ഭേദം എന്ന് പറയുന്ന പോലെ ഏത് രീതിയിലായാലും ശരി തീർച്ചയായിട്ടും ഭാരതം അത് നേടും തന്നെയാണ് എന്റെ വിശ്വാസം.